ചില പത്ര വാർത്തകളിലേക്ക് കൂടെ പോവുകയാണ്. പത്രവിശേഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായ എല്ലാ പത്രങ്ങളിലും ഈ ഇന്നലെ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദ സന്ദേശം, അതുമായി ബന്ധപ്പെട്ട് വന്ന തുടർ വാർത്തകളൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ കാനിലെ മലയാളി തിലക്കം, ആ വാർത്തകളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു. അതൊക്കെ വലിയ പ്രധാനപ്പെട്ട വാർത്തകളായി ഫ്രണ്ട് പേജിൽ തന്നെ അവരുടെ ചിത്രസഹിതം അടക്കം എല്ലാ മലയാള പത്രങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു ചില വാർത്തകളിലേക്ക് കൂടെ പോകുമ്പോൾ മാതൃഭൂമിയിലെ വാർത്തയിൽ പറയുന്നത് തൊഴിൽ രഹിതരിൽ മുന്നിൽ സ്ത്രീകളാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കണക്ക് വരുന്നത് നഗരപ്രദേശങ്ങളിൽ 15 മുതൽ 29 വരെ വയസ്സ് പ്രായമുള്ളവരിലെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നുള്ളതാണ്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്ക് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയാണ് പുറത്തുവിട്ടത് എന്ന് പറയുന്നുണ്ട്. 31.8% കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക്. ദേശീയ ശരാശരിയായ 17% ഏകദേശം ഇരട്ടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. വെറുതെയാണോ നമ്മുടെ യുവാക്കളൊക്കെ തൊഴിൽ തേടി വിദേശത്തേക്കൊക്കെ പോകുന്നത്, അല്ലേ? അപ്പോൾ ഡൽഹിയിലാണ് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറവ് എന്ന് പറയുന്നുണ്ട്. അത് 3.1% മാത്രമാണ്. അപ്പോൾ തന്നെ തൊഴിൽ രഹിതരായ യുവതികളുടെ കാര്യത്തിൽ കേരളം രണ്ടാമതാണെന്ന് പറയുന്നു. ഏറ്റവും മുന്നിൽ ജമ്മു കശ്മീരാണ് 48.6%, 46.6%വുമായി കേരളം രണ്ടാമതുണ്ട് തൊഴിൽ രഹിതരായ യുവതികളുടെ കാര്യത്തിൽ എന്നുള്ള വിവരങ്ങളാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ദേശാഭിമാനി പറയുന്നു, വരുന്നു നിപ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം. എന്നല്ലേ നിപയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ചില്ലറയല്ല. അപ്പോൾ തന്നെ ഒരു അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രത്തിന് തുടക്കമിടുന്നു എന്നുള്ള വാർത്തകളാണ് നൽകുന്നത്. അതായത് ആദ്യം താൽക്കാലിക സംവിധാനത്തിൽ തുടങ്ങിയതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള നിപ ഗവേഷണം. അത് കുറച്ചുകൂടെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിപ പ്രതിരോധത്തിൽ നിർണായക ചുവടുവയ്പ്പിന് തുടക്കമിട്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നു. വൊമാലിൽ നിന്ന് വൈറസ് മനുഷ്യരിലെത്തുന്നത് എങ്ങനെയെന്ന ഗവേഷണം കേരള വൺ ഹെൽത്ത് ഫോഴ്സ് സെന്റർ നിപ റിസർച്ചിൽ ആരംഭിക്കുമെന്നുള്ള വാർത്തകൾ കൂടിയാണ് ദേശാഭിമാനി നൽകുന്നത്. ഇനി മാധ്യമത്തിലെ വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വാഹനങ്ങളുടെ സ്പീഡുമായി ബന്ധപ്പെട്ട് 100-110 പോവുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി 100 മതി, 110 വേണ്ട എന്നുള്ളതാണ്. അതായത് ദേശീയപാതയിൽ വാഹനങ്ങളുടെ വേഗപരിധി കുറച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ദേശീയപാതകളിൽ പരമാവധി വേഗത മണിക്കൂറിൽ 110 കിലോ എന്നുള്ളത് 100 കുറച്ചിരിക്കുന്നു. ഡ്രൈവറെ കൂടാതെ 8 സീറ്റിൽ അധികമില്ലാത്ത വാഹനങ്ങളുടെ വേഗപരിധിയാണ് 100 കിലോമീറ്റർ ആക്കിയത്. ഡ്രൈവറെ കൂടാതെ 9 അതിൽ കൂടുതലോ സീറ്റുള്ള വാഹനങ്ങളുടെ വേഗം 95 കിലോമീറ്ററിൽ നിന്ന് 90 കിലോമീറ്ററാക്കി കുറച്ചു എന്നുള്ള വാർത്തയാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് സിറാജിലെ വാർത്തയാണ്. വിലക്ക് ലംഘിച്ച് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം 3 മാസത്തിലേറെയായി മീൻ ലഭിക്കാതെ തൊഴിലാളികൾ വളരെ ദുരിതത്തിലായിരുന്നു. നിലവിൽ മത്സ്യബന്ധനത്തിനൊക്കെ പലയിടങ്ങളിലും വിലക്കുണ്ടെങ്കിലും ഈ വിലക്ക് മറികടന്ന് ബോട്ടുകളുമായി ഇവർ കടലിലേക്ക് പോകുന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടാണ് സിറാജ് നൽകിയിരിക്കുന്നത്. ഇനി ദീപികയിലെ വാർത്തയിലേക്ക് വരുമ്പോൾ സ്കൂൾ കാലം നമുക്കറിയാം. സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട സൂപ്പർ ഹിറ്റായിരിക്കുകയാണ് സഹകരണ വകുപ്പിന്റെ ചന്തകൾ എന്ന് പറയുന്നു. സംസ്ഥാനത്തുടനീളം 500 സ്കൂൾ മാർക്കറ്റുകളുണ്ട്. ദിനംപ്രതി ഏതാണ്ട് 5 ലക്ഷത്തോളം വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഈ കേന്ദ്രങ്ങൾ തുടങ്ങിയ വാർത്തകളൊക്കെയാണ് എന്തായാലും വരുന്നത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്ക് ഇപ്പോഴേ എന്തായാലും ഒരു ആശങ്കയൊക്കെ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശരി, ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടെ പോകാം.